കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് അപകടം. ഒരാൾ മരിച്ചു. വള്ളമുടമ പൂമുഖത്ത് രാജീവനാണ് മരിച്ചത്. രണ്ടുപേരെ കാണാതായി. മിയാമി എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 14 ജീവനക്കാരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത്. നീണ്ടകര സ്വദേശി രാജീവനാണ് മരിച്ചത്. രണ്ടുപേരെ കാണാതായി. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. 14 പേരാണ് അപകടത്തിൽപ്പെട്ട മിയാമി എന്ന വള്ളത്തിൽ ഉണ്ടായിരുന്നത്. 11 പേരെ രക്ഷപ്പെടുത്തി. ഇവർക്കും നിസ്സാരമായ പരിക്കുണ്ട്. പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഗൗതം കൃഷ്ണൻ, രാധാകൃഷ്ണൻ എന്നിവരെയാണ് കാണാതായത്. ഇവർക്ക് വേണ്ടി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തുകയാണ്. അപകട കാരണം വ്യക്തമല്ല. 3 ദിവസത്തിനുള്ളിൽ കൊല്ലത്തുണ്ടായ രണ്ടാമത്തെ അപകടമാണിത്. കൊല്ലം തങ്കശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് 4:30 മിയാമി എന്ന് പറയുന്ന വെള്ളം പുത്തന്തറ കടലിൽ നിന്ന് കടലിലേക്ക് പോയതാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. വെള്ളം മറിയുകയാണുണ്ടായത്. അപ്പോൾ ഏകദേശം 14 പേരാണ് ഉണ്ടായിരുന്നത് ഈ വെള്ളത്തിൽ. 14 പേരിൽ 11 പേരുടെ റെസ്ക്യൂ ഓൾറെഡി കഴിഞ്ഞു. അതിനകത്ത് ഒരാൾ മരണപ്പെട്ട് 2 പേരുടെ കിട്ടാനുണ്ട്. ഇതാണ് സംഭവം. ഒരു കുടുംബത്തിലെ തന്നെ 3 പേരാണ്. അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മരുമോൻ, കൊച്ചുമകൻ. ഹാർബറിനോട് ചേർന്നുള്ള കടലിലാണ് അഴിമുഖത്ത്. ബാക്കിയെല്ലാം രക്ഷപ്പെട്ടു. അതിനകത്ത് പുത്തന്തറ സ്വദേശികളുണ്ട്, കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊന്നും അവരെല്ലാം സേഫാണ്. മരണപ്പെട്ടിരിക്കുന്നത് പുത്തന്തറ സ്വദേശികളായിട്ടുള്ള പേരാണ്. പൂമുഖത്ത് രാജീവൻ, പിന്നെ മരുമകൻ, ചെറുമകൻ. ഇനി രാജീവനെ കിട്ടി. ഇനിയിപ്പം മറ്റേ 2 പേരെ കൂടെ മന്ത്രി ഷിബു ബേബി ജോൺ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അദ്ദേഹം ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നേവിയിൽ നിന്ന് ആൾ വരുമെന്നാണ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ തെരച്ചിൽ സംഘം നടക്കുന്നുണ്ട്. ഇതിപ്പം ഈ ബോട്ട് എടുത്താൽ മാത്രം പോരാ, ഈ വള്ളത്തിലുണ്ടായിരുന്ന വലകളും കൂടെ എടുക്കണം. അല്ലെങ്കിൽ ഇന്ന് ട്രോളിംഗ് ബാൻ തീർന്നിട്ട് ഇന്ന് കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോവുക ഫിഷിങ്ങിന്. അപ്പം ബോട്ടിലേക്ക് വല ചുറ്റി ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ആ വല ഫുള്ളെടുത്ത് മാറ്റാനുള്ള ഒരു കാര്യം കൂടെ ചെയ്താൽ മാത്രമേ അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരമാകത്തുള്ളൂ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.